ഹലോ, എസ് കൃഷ്ണായിരുന്നു അവസാനത്തെ പ്രതീക്ഷ. അതും പോയി. എപ്പോഴും ഇയാൾ എന്റെ മുമ്പിൽ വരണേ? ഹലോ ഹലോ കുട്ടി. ഒന്ന് കളിപ്പിച്ചതാ, ഒരു തമാശക്ക്. ഇത് തമാശയാ? പാതിരാത്രിയിൽ ഉണർന്നിരുന്ന് ഫോൺ ചെയ്യണതാ തമാശ? ഇതെല്ലാം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു അമ്മു. കല്യാണം നിശ്ചയം കഴിഞ്ഞ പെണ്ണാണ് നീ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വേറെയാ, അല്ലെങ്കിൽ ജയകൃഷ്ണൻ എന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. ജയകൃഷ്ണൻ സ്നേഹിക്കുന്നത് നിന്നെ അല്ലല്ലോ അമ്മു. ഞാനിപ്പോ അമ്മു അല്ല, അവളാ. ജയകൃഷ്ണനെ സ്നേഹിക്കും, ജയകൃഷ്ണൻ സ്നേഹിക്കും ചെയ്യുന്ന ആ പെൺകുട്ടിയെ ജീവിച്ച മതി എനിക്ക്. നീ പറയുന്ന ഈ നിഷ്കളങ്കത തന്നെയാ ജയകൃഷ്ണനെ ഞാനും ഇഷ്ടപ്പെടാൻ കാരണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ കയറി എന്റെ ഏട്ടനെ ആക്രമിക്കാൻ ആരെങ്കിലും ധൈര്യം കാണിക്കോ? അത് ഞാൻ അവിടുത്തെയാണെന്ന് അറിഞ്ഞിട്ടോ എന്നോട് പ്രേമം തോന്നിയിട്ടോ ഒന്നുമല്ല. ഒരു പാവപ്പെട്ട തൊഴിലാളി പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തോന്നിയ അയാളുടെ സഹജമായ ദയയും നന്മയുമായിരുന്നു അത്. എന്നിട്ടത് ചെയ്തത് താനാണെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴും, ഉത്സവപ്പറമ്പിൽ ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിക്കുമ്പോഴും ഒക്കെ അയാളോടുള്ള ഇഷ്ടം കൂടുകയായിരുന്നു എനിക്ക്. ഇപ്പൊ ബോഡി ഗാർഡായി എന്റെ പിന്നാലെ നടക്കുമ്പോഴും ജയകൃഷ്ണന്റെ മനസ്സിൽ എനിക്ക് ഇത്ര വലിയൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ അച്ഛനോ അമ്മയോ ഏട്ടനോ ഒരാളും ജയകൃഷ്ണനെ പോലെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരാളെ അല്ലാതെ വേറെ ആരെയും ഞാൻ സ്നേഹിക്കേണ്ടത്? ആരുടെ കൂടെയാ ജീവിക്കേണ്ടത്? എന്നെ ഒരിക്കൽ മാത്രം വന്ന് കണ്ടിട്ട് പോയ ഏതോ ഒരാളുടെ കൂടെയോ? ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കൊന്നുകളയില്ല അയാളെ. ഇനി ജയകൃഷ്ണൻ അറിഞ്ഞാലോ? സ്വീകരിക്കുന്ന വിചാരിക്കണേ? ഒരിക്കലുമില്ല. നീ അയാളെ മനസ്സിലാക്കിയെന്ന് പറയണത് വെറുതെയാ. നിന്റെ അച്ഛൻ അയാളെ വിശ്വസിച്ച നിന്നെ കൂടെ അയച്ചിരിക്കണേ. ആ നിന്നെ തന്നെ സ്വന്തമാക്കാൻ അയാൾ ശ്രമിക്കോ? അങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്യുന്ന ആളാണ് ജയകൃഷ്ണൻ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇതെല്ലാം തുറന്നു പറഞ്ഞ നിന്നെ അശോകേട്ടന്റെ കയ്യിൽ ഭദ്രമായിട്ട് കൊണ്ട് ഏൽപ്പിക്കാവും അയാൾ ആദ്യം ചെയ്യാം. നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അയാൾ അങ്ങനെ ചെയ്യൂ. അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ? നിന്റെ ഈ സ്നേഹം കൊണ്ട് അയാളുടെ ജീവൻ അപകടത്തിലാവുന്നല്ലാണ്ട് ഒരിക്കലും അയാളെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല അമ്മു. ഹലോ, ഗുഡ് മോർണിംഗ് കുട്ടി. രാവിലെ വിളിച്ചില്ല, എന്തുപറ്റി? ഉണരാൻ താമസിച്ചോ? അതിന് ഞാനിന്നലെ ഉറങ്ങിയിട്ട് വേണ്ടേ? ഞാനും അതെ. എങ്ങനെ ഉറങ്ങാൻ പറ്റണേ? രാത്രി മുഴുവൻ കുട്ടിയെ സ്വപ്നം കാണുകയായിരുന്നു. സ്വപ്നത്തില് ഞാൻ എങ്ങനെയായിരിക്കണേ? ആ എങ്കിൽ ഇനി സ്വപ്നത്തിൽ എന്നെയും തിരഞ്ഞു നടക്കണ്ട. ഞാൻ നേരിട്ട് വരാൻ തീരുമാനിച്ചു. ഏയ് ചുമ്മാ. ഇല്ല, ഞാൻ വരാം. ശരിക്കും? ഇനി എന്തിനാ സംശയിക്കണേ? ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? കുട്ടി ഇപ്പൊ എവിടെ ഉള്ളേ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഇപ്പോഴല്ല, നെക്സ്റ്റ് സൺഡേ മുനിസിപ്പൽ പാർക്കിൽ വരാമോ? ഞാനും അവിടെ വരാം. ഓക്കെ, ഒരു മിനിറ്റ്. കുട്ടി വരാതെ സമ്മതിച്ചു. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് അമ്മോനോട് ചോദിച്ചോട്ടെ. അയ്യോ, ഇങ്ങോട്ട് വരണേ. അമ്മു, അടുത്ത ഞായറാഴ്ച എവിടെയെങ്കിലും പോവാനുണ്ടോ? ഞങ്ങൾക്ക് എവിടെയും പോവാനില്ല. എന്തേ? അല്ല, എനിക്കൊരിടം വരെ പോണായിരുന്നു. എവിടെ? ഡോക്ടറെ കാണാൻ. എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് വേണ്ടട്ടോ. ഡോക്ടറെ ഞാൻ പിന്നെ കണ്ടോളാം. ഏയ് ഒന്നുമില്ല, ജയകൃഷ്ണൻ പൊക്കോളൂ. താങ്ക് യു. ഓക്കെ ഓക്കെ, ഞായറാഴ്ച ഫുൾ ഫ്രീയാ ഞാൻ. എത്ര മണിക്കാ കുട്ടി വരിക? വൈകിട്ട് ഒരു 3 മണി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എത്തിക്കോളാം. പിന്നെ ഒറ്റയ്ക്ക് വരാവൂ. അമ്മൂനെ ഒന്ന് കൂടെ കൊണ്ടുവന്നേക്കരുത്. ഏയ്, അമ്മൂനൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഇതുവരെ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോ നേരിട്ട് കാണാൻ പോവല്ലേ? അപ്പോ സൺഡേ 3 o'clock. കടന്നല് കുത്തിയ ബോഡി ഗാർഡ് ഇപ്പൊ ബോഡി കീറി ചത്തേനെ. അമ്മോ, നീ ഇത് എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളുടെ കൂടെ ക്രൂരമായ ഒരു തമാശ കൂടി, അത്രയേ ഉള്ളൂ.